മൂന്നാമത്തെ കമ്പനിയിൽ ഒരു വ്യത്യാസം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് മൊത്തമായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു ബിസിനസ് വിസ അടിച്ചു തരാമെന്ന് പറഞ്ഞു. ബിസിനസ് വിസ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസത്തേക്കോ അല്ലെങ്കിൽ 2 മാസത്തേക്കൊക്കെ അമേരിക്കയിൽ പോയിട്ട് അവിടുത്തെ ക്ലയൻറ്റിനെ കാണുക, അവിടെയുള്ള മറ്റുള്ളവരുമായിട്ട് വേണ്ടി സംസാരിക്കുക, അതാണ് ബിസിനസ് വിസിറ്റ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഓക്കെ, ചുമ്മാ പോയി കാണാമല്ലോ, അവിടെ സ്ഥിരമായിട്ട് പോകേണ്ട കാര്യമില്ല, അമേരിക്കയിൽ പോയി കണ്ടിട്ട് തിരിച്ചു വരാം. അങ്ങനെ ഒരു പ്രാവശ്യം പോയി. മഞ്ഞുകാലത്തിൻ്റെ അവസാനമാണ് പോയത്, നല്ല തണുപ്പാണ്. പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ കോട്ടും ചാക്കരയിട്ട് ഇറങ്ങണം. അങ്ങനെ ഞാൻ അവിടെ ഉള്ളപ്പോഴും ചോദിച്ചു, ഇതാണ് ഇവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻ, ഇവിടെ കൂടാൻ താല്പര്യമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് അടുത്ത ഫ്ലൈറ്റിൽ കയറ്റി തിരിച്ചു വിടുക. അത് 2010 പിന്നെ 2011 വീണ്ടും വരേണ്ടി വന്നു. വന്നത് ഇവിടുത്തെ സമ്മർ ടൈമിലായിരുന്നു, ജൂൺ ജൂലൈ മാസം. വരവിൽ ഒരു വീക്കെൻഡ് നമ്മുടെ ഇവിടെ ഒരു അങ്കിളിൻ്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്, അമേരിക്ക നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. എൻ്റെ ആദ്യത്തെ ധാരണ എന്ന് പറയുന്നത് അമേരിക്കയിൽ പള്ളിപ്പെരുന്നാളൊന്നുമില്ല, പടക്കം പിടിക്കാൻ പറ്റില്ല. പക്ഷെ അത് കംപ്ലീറ്റ് പൊളിച്ച് മാറി. പുള്ളിയുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേനും അവിടുത്തെ അടുത്തുള്ള പള്ളിപ്പെരുന്നാളിൻ്റെ ബ്രോഷറും അതേപോലെ പുള്ളി ആഴ്ചയിലുള്ള വെടിക്കെട്ട് കാണിക്കാൻ കൊണ്ടുപോയി. അതായത് ജൂലൈ 4 ന്യൂജേഴ്സിയിലെ അറ്റ്ലാന്റിക് സിറ്റിയിൽ നടന്ന വെടിക്കെട്ട് കാണിച്ചു. അത് കണ്ടപ്പോഴാണ് മനസ്സിലായത് സംഗതികളൊക്കെ കളറാണ് ഇവിടെ. അപ്പം തന്നെ കമ്പനിയിലും പറഞ്ഞു, സംഗതി ഇവിടെ ഓക്കെയാണ്, എനിക്ക് ഇങ്ങോട്ട് സ്ഥിരമായിട്ട് മാറാൻ താല്പര്യമുണ്ടെന്ന്.